ഹലോ എവ്രി വൺ, എല്ലാവർക്കും IPM IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് 21 ഓഗസ്റ്റ് 2024 അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് നമുക്ക് നോക്കാം. അപ്പം ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റിയും മറ്റുള്ള എക്സാമിനേഷനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു ചെറിയ അനൗൺസ്മെൻറ്റ്, നമ്മളുടെ IPM IAS അക്കാഡമിയുടെ ഒരു സിവിൽ സർവീസ് കോഴ്സാണ് 2025ലേക്കും 2026ലേക്കുമുള്ള കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള സ്കോളർഷിപ്പ് ടെസ്റ്റ് എടുക്കുക. ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ഫോംസ് ടാസ്ക് ഫോഴ്സ് ടു എൻഷുർ ഡോക്ടർ സേഫ്റ്റി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ദാരുണമായിട്ടുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഈ അടുത്തിടയ്ക്ക് കൊൽക്കത്തയിൽ സംഭവിച്ചു. ഒരു ഡോക്ടറിൻ്റെ മരണം, അല്ലെ ഡോക്ടറിൻ്റെ കൊലപാതകം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യം നടക്കുകയും അതിനെതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാവരും തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ ഏർപ്പെടുകയാണ്. ഹെൽത്ത് പ്രൊഫഷണൽസ് മാത്രമല്ല, മനസാക്ഷിയുള്ള എല്ലാ ആളുകളും ഇതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പം അവിടെ ഒരു നല്ല ഒരു വിധി വരണമെന്നും അവിടുത്തെ ആളുകൾക്ക് ജസ്റ്റിസ് കിട്ടണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓൺഗോയിങ് പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് സുപ്രീം കോടതി സുവോമോട്ടോ ഇത് കേസായിട്ട് എടുക്കുകയും അങ്ങനെ സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിനെ പറ്റിയിട്ടാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുള്ള ടാസ്ക് ഫോഴ്സിനെ പറ്റിയിട്ടാണ്. ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സ് ഫോർ എൻഹാൻസിങ് ദി സേഫ്റ്റി ഓഫ് ദി ഹെൽത്ത് പ്രൊഫഷണൽസ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ രീതിയിൽ അവരുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ ടാസ്ക് ഫോഴ്സിന്റെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ് സെപ്പറേറ്റ് റെസ്റ്റ് റൂമുകൾ, അതേപോലെ തന്നെ CCTV ഇൻസ്റ്റലേഷൻ, നൈറ്റ് ട്രാൻസ്പോർട്ട് പ്രൊവിഷൻസ്, കൗൺസിലിംഗ് സർവീസുകൾ, ക്രൈസിസ് വർക്ക്ഷോപ്സുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇൻക്രീസ്ഡ് പോലീസ് പ്രസൻസ്, പോലീസിന്റെ സാന്നിധ്യം കൂട്ടുക എന്നുള്ളതും ഇതിനകത്തെ ഒരു റെക്കമെൻഡേഷനാണ്. അപ്പം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഒരു അട്രോസിറ്റിയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നമ്മളുടെ ലോ ആൻഡ് ഓർഡറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ മനുഷ്യത്വം എന്നുള്ള കാര്യമുള്ള ആൾക്കും ഈ ഒരു പ്രശ്നത്തെ നമുക്ക് കാണാതെ പോകാനായിട്ട് സാധിക്കുകയില്ല. ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യേണ്ടതാണ്. സോ ആ ഒരു സർക്കംസ്റ്റാൻസിൽ വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതേപോലെ തന്നെ സുപ്രീം കോടതി എങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് ഇന്റർവ്യൂൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ആസ്പെക്ട്സിലും ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. സോ ഇത് വരുന്നത് പേജ് നമ്പർ 1 ജനറൽ സ്റ്റഡീസ് 2 ഇന്ത്യൻ പോളിറ്റിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അടുത്തത്, ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഇംപാസ് ഇന്ത്യ മലേഷ്യ റേസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഡിസ്കസ് എൻട്രി ഇൻ ടു ബ്രിക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെയും മലേഷ്യയുടെയും ബയലാറ്ററൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ മലേഷ്യൻ ലീഡർ അൻവർ ഇബ്രാഹിം തമ്മിലുള്ള ഒരു ടോക്കിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കോപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റിയും അതേപോലെ തന്നെ മലേഷ്യ ബ്രിക്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചതിനെ പറ്റിയിട്ടും ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് വളരെ സ്ട്രെയിൻഡ് ആയിട്ടുള്ള അത്ര നല്ലതല്ലാത്ത ഒരു റിലേഷൻ ആയിരുന്നു പൊക്കോണ്ടിരുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു അൻവർ ഇബ്രാഹിമിന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും ഒരു ബെറ്റർ റിലേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ടോക്ക് തന്നെ നടക്കുന്നത്. അപ്പം ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇന്ത്യ മലേഷ്യ റിലേഷൻ എങ്ങനെയായിരുന്നു, ഹിസ്റ്ററിയിൽ എങ്ങനെയായിരുന്നു, നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്സ് എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ഇപ്പോൾ കറണ്ട് സിനാരിയോ എന്താണ്, ഇന്ത്യയുടെയും മലേഷ്യയുടെയും ആസ്പെക്റ്റിൽ എന്താണ് നമ്മുടെ കറണ്ട് സിനാരിയോ എന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൂടാതെ ലൊക്കേഷൻ, മലേഷ്യയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് പേജ് നമ്പർ 1 ജനറൽ സ്റ്റഡീസ് 2 ഇന്റർനാഷണൽ റിലേഷൻസ്. പോളിയോ കേസ് ഇൻ മേഘാലയ ഈസ് വാക്സിൻ ഡിറൈവ്ഡ് സെയ്സ് ഒഫീഷ്യൽ. സോ നമ്മുടെ നാട്ടിൽ പോളിയോ 2014 നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒന്നാണ്. ഡിക്ലെയർഡ് പോളിയോ ഫ്രീ ഇൻ 2014 എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്താണ് ഇപ്പോൾ ഒരു പോളിയോ വാക്സിൻ്റെ ഒരു പോളിയോ കേസ് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്, അത് മേഘാലയയിൽ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ അതിനെപ്പറ്റി പറയാനായിട്ട് സാധിച്ചത് അവിടുത്തെ ഹെൽത്ത് പ്രൊഫഷണൽസ് പറയുന്നത് ഇതൊരു വൈൽഡ് പോളിയോ വൈറസ് അല്ല,
പക്ഷേ ഒരു റെയർ വാക്സിൻ ഡിറൈവ്ഡ് ഫോം ആണ് എന്നുള്ളതാണ് ഇവർ പറയാനായിട്ട് സാധിക്കുന്നത്. അത് കൂടുതലായിട്ടും ലോ ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകളിലേക്കാണ് വരുന്നത്. എന്നാലും ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടക്കുകയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ആളുകൾ ടെസ്റ്റുകളിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് എന്താണ് ഇതിനെപ്പറ്റിയുള്ള ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത്. കാരണം ഒരു വട്ടം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് ഇനിയും വരിക എന്ന് പറയുന്നത് നമുക്കൊരു ത്രെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് സെക്ടറിൽ തന്നെ ഇതൊരു വലിയ തലവേദനയാകാൻ ചാൻസ് ഉള്ള ഒരു കേസും കൂടെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോളിയോ എന്താണെന്ന് മനസ്സിലാക്കണം. പോളിയോ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ അതിൽ ബാധിക്കാം, എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യാം, ഇങ്ങനെയുള്ള ആസ്പെക്ട്സിനെയൊക്കെ പറ്റി കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. സോ ഈ ഒരു ആർട്ടിക്കിൾ ജനറൽ സ്റ്റഡീസ് 2 വരുന്നതാണ്. ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സെക്ടറിലേക്ക് വരുന്നതാണ്. അടുത്തതായിട്ട് ഇന്ത്യ ജപ്പാൻ കണ്ടക്ട് 2+2 ഡയലോഗ് വിത്ത് ഫോക്കസ് ഓൺ ഇൻഡോ പസഫിക്. ഇവിടെ ഇന്ത്യയുടെയും ജപ്പാന്റെയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എസ്പെഷ്യലി പാർട്ണർഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടെ കൂടുതലും എംഫസിസ് കൊടുക്കുന്നത് ഇൻഡോ പസഫിക് എന്ന് പറയുന്ന റീജിയൻ ആണ്. സോ ഇവിടെ അറ്റ്ലസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നുണ്ട്. അതായത് മാപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതിന്റെ ലൊക്കേഷൻ ഏതാണ്. ഇൻഡോ പസഫിക് എന്ന് പറയുന്ന റീജിയൻ, ഈ ഇൻഡോ പസഫിക് എന്ന് പറയുന്ന റീജിയനിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെയും ജപ്പാന്റെയും റിലേഷൻ എങ്ങനെയായിരുന്നു, ഇതുവരെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ് മേജർ എഗ്രിമെന്റ്സ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. സോ ഇവിടെ കൂടുതലായിട്ട് ഡിഫൻസ് കോർപ്പറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഡിസ്കഷനിൽ വന്നു പോയത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഡിഫൻസ് കോർപ്പറേഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേപോലെ ഇന്ത്യസ് വിഷൻ ഓഫ് ബിക്കമിങ് എ ഡെവലപ്ഡ് കൺട്രി ബൈ 2047 എന്നുള്ള കാര്യത്തിൽ 2047 ആകുമ്പോഴേക്കും ഒരു ഡെവലപ്ഡ് കൺട്രി ആകണമെന്നുള്ള ഇന്ത്യയുടെ വിഷനിൽ ഇങ്ങനെ ഒരു കൊളാബറേഷൻ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനെ ബേസ് ചെയ്ത് എന്തായാലും ഇന്ത്യ ജപ്പാൻ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. സോ ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് ജനറൽ സ്റ്റഡീസ് 2 ഭാഗമാണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷനിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത്. ട്രേഡ്, ഡിഫൻസ്, കൾച്ചറൽ ടൈസ് ടു ബി ഇൻ ഫോക്കസ് ഡ്യൂറിംഗ് പ്രൈം മിനിസ്റ്റേഴ്സ് വിസിറ്റ് ടു പോളണ്ട്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോളണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു അടുത്ത ലെവൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഉക്രൈൻ റഷ്യ വാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോളണ്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആദ്യം ചെല്ലുന്നത് പോളണ്ടിലേക്കാണ്. പോളണ്ടിൽ നിന്നാണ് നമ്മൾ അവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹെൽപ്പ് നമുക്കുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു വേൾഡ് വാർ 2 ടൈം പീരീഡ് ഒക്കെ എടുക്കുകയാണെങ്കിലും പോളണ്ടുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും ഇന്ത്യയുടെ ഒരു നല്ല ശതമാനം ആളുകൾ പോളണ്ടിൽ ജീവിക്കുന്നുണ്ട്. ജോലിക്കായിട്ടും അതേപോലെ സെറ്റിൽഡ് ആയിട്ടും ഒക്കെ ജീവിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. സോ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമുക്കൊരു ബെറ്റർ റിലേഷൻ എപ്പോഴും പോളണ്ടുമായിട്ട് ഉണ്ടാവേണ്ടതാണ്. സോ അതിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അതിനെ ബേസ് ചെയ്ത് എങ്ങനെയായിരുന്നു പോളണ്ടുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പോളണ്ടിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എവിടെയാണ്? കാരണം നമ്മൾ പറഞ്ഞു ഓൾറെഡി അവിടെ യുക്രൈൻ റഷ്യ വാർ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യൻസ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അവർ പോളണ്ടിലേക്കാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബോർഡറിങ് നേഷൻ ആയിരിക്കണം. സോ ഇത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷ്വൽ പിക്ചർ അവിടെ ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഒരു അറ്റ്ലസ് എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു മാപ്പ് എടുത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. എവിടെയാണ് പോളണ്ട് വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് ബയലാറ്ററൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ഇത് പേജ് നമ്പർ 6 വരുന്നത്. ജനറൽ സ്റ്റഡീസ് 2 ഭാഗമാണ്. ഇന്റർനാഷണൽ റിലേഷൻസിൽ വരുന്നു. ഓൺ ദ റൈറ്റ് പാത്ത്, ഇലക്ഷൻസ് വിൽ അഡ്രസ് ദി yearning ഫോർ സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം അവിടെ അതിനെ യൂണിയൻ ടെറിട്ടറി ആയിട്ടൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഒരു ഇലക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഏരിയയും കൂടാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ ഡെമോക്രസി പുനഃസ്ഥാപിക്കാനും അതേപോലെ തന്നെ കൂടുതലായിട്ടും ആളുകളുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ആളുകളുടെ ഇമ്പോർട്ടൻസിനെ പറ്റി എംഫസൈസ് ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവും കൂടാണ് ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല ഈ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ എപ്പോഴും ഒരു ത്രെട്ടിനെ പറ്റി പറയുമ്പോൾ, നമ്മളുടെ പാകിസ്ഥാനോടുള്ള ത്രെട്ടിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരാണ്. അപ്പോൾ അതാണ് എപ്പോഴും ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള റീജിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഡിസ്പ്യൂട്ടഡ് റീജിയൻ ആയിട്ട് വരുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലസിൽ അല്ലെങ്കിൽ മാപ്പിൽ നിങ്ങൾ അതിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക്
മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇത് രാജ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്, അല്ലെ, ഒരു ബോർഡർ പോലെ വരുന്ന ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആയിട്ട് മാറുന്നത്. സോ അതിനെപ്പറ്റിയും കൂടുതലായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. ഈ ആർട്ടിക്കിൾ പേജ് നമ്പർ 8 വരുന്നത്, ജനറൽ സ്റ്റഡീസ് 2 ഇന്ത്യൻ പോളിറ്റി. വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് സ്പെൽസ് ടഫ് ചോയ്സസ് ഫോർ ചൈന ആൻഡ് റഷ്യ. സോ ഇവിടെ സംസാരിക്കുന്നത് വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ പ്രോബ്ലംസ് ഗോയിങ് ഓൺ ആണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പം സിറിയയിലായാലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതേപോലെ പാലസ്തീൻ ഇസ്രായേലിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സോ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഈ ചൈനയും റഷ്യയും ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത്, അവരെങ്ങനെയാണ് അവരുടെ ഇൻഫ്ലുവൻസ് അവിടെ ചെലുത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ കൂടുതലായിട്ട് ഡിസ്കഷനായിട്ട് വരുന്നത്. ഇപ്പോൾ ചൈനയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ കൂടുതലും അവരൊരു ഡിപ്ലോമാറ്റിക് വേ ഓഫ് റിലേഷൻഷിപ്പ് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, റഷ്യയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ റഷ്യ അവിടെ ഒരു മിലിറ്ററി ഇന്റർവെൻഷൻ തന്നെ, അതായത് മിലിറ്ററി ഇന്റർവെൻഷൻ എന്ന സ്ഥിതിക്ക് മിലിറ്ററിക്കാരെ അങ്ങോട്ട് വിടുക എന്നുള്ളതല്ല, പക്ഷേ ഒരു എന്താ പറയുക മിലിറ്ററി എൻഗേജ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ അവിടെ സപ്പോർട്ടൊക്കെ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇന്റർനാഷണൽ അറീനയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും റഷ്യയും. അതുപോലെ തന്നെ US-നെ വളരെ വൃത്തിയായ രീതിയിൽ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളും കൂടാണ് ചൈനയും റഷ്യയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇന്റർനാഷണൽ പ്രസൻസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയുടെ ഒരു പ്രസൻസ് എങ്ങനെയാണ്, ഇന്ത്യ ഈ ഒരു പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അതിൻ്റെ ഇന്ത്യയുടെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് വരുന്നത്, ഇവരവിടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇന്റർനാഷണൽ റിലേഷൻ എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഒരു റോൾ എപ്പോഴും നോക്കണം. അതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത്, അതെങ്ങനെയാണ് ഇന്ത്യയെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അതാണ് കാരണം നമ്മളൊക്കെ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആയി പോകുന്നത് എവിടേക്കാണ്, ഇന്ത്യയെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ റോൾ അവിടെ എന്താണ്, ഇന്ത്യ അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യ അതിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ആസ്പെക്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇന്റർനാഷണൽ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. സോ ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് പേജ് നമ്പർ 8 ജനറൽ സ്റ്റഡീസ് 2 ഇന്റർനാഷണൽ റിലേഷൻസ്. അടുത്തതായിട്ട് എ ഗ്രൗണ്ട് പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ മാസ് എംപ്ലോയ്മെന്റ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ട്. കാരണം നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വളരെ റാമ്പന്റ് ആണെന്നും അത് വലിയൊരു ക്രൈസിസും ചലഞ്ചുമായിട്ട് നിലനിൽക്കുകയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എവിടേക്ക് വന്നിട്ടുള്ളത്, മാസ് എംപ്ലോയ്മെന്റ് ക്രിയേഷനിലേക്ക് വന്നിട്ടുള്ളത്. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണിത്. അപ്പം ഇവിടെ പറയുന്നത് കമ്മ്യൂണിറ്റി ലെഡ് സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് ഇന്റഗ്രേഷൻ, കാരണം എംപ്ലോയ്മെന്റിന് പറ്റുന്ന രീതിയിൽ അവർക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ആസ്പെക്ട്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ ഈ ആർട്ടിക്കിൾ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. അത് വായിച്ചാൽ മാത്രം പോരാ, ഇതിനെ നമ്മളുടെ ബജറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ബജറ്റിലെ ഈ എംപ്ലോയ്മെന്റ് ജനറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് പേജ് നമ്പർ 8 ജനറൽ സ്റ്റഡീസ് 3 ഇന്ത്യൻ എക്കോണമി. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് ന്യൂസുകളുണ്ട്, എങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും സിവിൽ സർവീസ് എക്സാമിനേഷനുമായിട്ടും മറ്റുള്ള എക്സാമിനേഷനുമായിട്ടും കറണ്ട് അഫയേഴ്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.